ചിന്തിക്കുന്നത്. അറിയൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ്റെ പ്രവർത്തനത്തിൽ അത് അറിയണില്ല. മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും അള്ള മേലെയാണ്, പക്ഷെ അവൻ്റെ പ്രവർത്തനത്തിൽ അത് മനസ്സിലാവുന്നില്ല. അവൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് റബ്ബാണ് എൻ്റെ മേലെയുള്ളവൻ, എന്ത് ചെയ്യാൻ അവൻ യോഗ്യനാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ആ തെറ്റം ചെയ്യൂല. മനസ്സിലായി? ചിന്തിക്ക്. എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു കുത്തിത്തിരിപ്പ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന നേരത്ത് അള്ളാഹു മീതയുണ്ട് എന്നവൻ അറിയൂല, അവൻ ചിന്തിക്കൂല. അറിയൂല എന്ന് പറഞ്ഞാൽ കേവലം മദ്രസയിൽ നിന്ന് അറിഞ്ഞിട്ടില്ല എന്നല്ല, അവൻ്റെ കർമ്മപഥത്തിൽ അവനത് അറിയുകയില്ല. അതാണ് പ്രശ്നം. അറിയാൻ മനുഷ്യനെ അറിയും, അക്കാദമിക്കൽ വിവരം ഉണ്ടാവും, മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും, അക്കാദമിക്കൽ വിവരം ഉണ്ടാവും, മൂല്യരായിട്ടുണ്ടാവും, വലിയ ബിരുദം വാങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അവൻ്റെ പ്രവർത്തനത്തിൽ ഇത് അറിയില്ല. അള്ളാഹുവാണ് ഏറ്റവും അറിയില്ല. ബിരുദം വാങ്ങിയ ആളുകൾ തന്നെയും ശിർക്ക് ചെയ്യുന്നു. ശിർക്ക് എന്നത് അള്ളാഹുവിനൊക്കെ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ ജപിച്ചു കൊടുത്ത സാധനം കൊണ്ടുവന്നിട്ട് അവർ മേശൻ്റെ ഉള്ളിൽ വെക്കും, അല്ലെങ്കിൽ കുഞ്ഞിച്ചട്ടി അടുപ്പിൽ കുഴിച്ചിടും. ഉദാഹരണം പറയാം. അതിന്മേൽ ഹക്കുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. ആരോ പൂജിച്ച് തന്നായിരിക്കും, ആ പൂജിച്ച് തന്നതിനെ കൊണ്ടേ അടുപ്പിൽ വെക്കും, അല്ലെങ്കിൽ ഗേറ്റിൻ്റെ മുന്നിൽ കുഴിച്ചിടും. ഇത് ഷിർക്കാണ്. ഇത് തോന്നിയാസം ഷിർക്ക് എഴുതിയതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതൊക്കെ ഷിർക്കിൻ്റെ വരകളും കുറികളുമാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല, അങ്ങനെയാണ് പലപ്പോഴും നമ്മൾക്ക് ഇന്ന്. അള്ളാഹു തന്നെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല ഇന്ന് മനുഷ്യൻ അവിടെ ഹക്കേത് ബാത്തിലേത് എന്ന കാര്യത്തിലൊന്നും മനുഷ്യന് ചിന്തയില്ല. മനുഷ്യൻ ഒരു കാര്യം നടക്കണമെന്നുള്ളത്, ആ കാര്യം നടക്കാൻ ഏത് ശിർക്ക് കൊണ്ടെന്നോ കുഴിച്ചിടുന്നതിനും മനുഷ്യന് യാതൊരു മടിയില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ റബ്ബാണ് ഇവൻ ആരാണ്? ഇപ്പം വലിയ ബിരുദധാരിയാണ്, പക്ഷെ റബ്ബാണ് മേലെ എന്ന കാര്യം അവന് അറിയൂല. കടലാസിലറിയും, ഉള്ളിലറിയില്ല. അറിയില്ല. അങ്ങനെയാണ് കുട്ടികളി. നിങ്ങൾ ചിന്തിക്കും. എൻ്റെ ബാങ്കിൻ്റെ പട്ടയം കൊണ്ടുപോയിട്ടും അവൻ്റെ പേരൻ്റെ പട്ടയം കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കും. എന്നിട്ട് പിന്നെ ബാങ്ക് ജപ്തി വരും. അവൻ്റെ പേരൻ്റെ ബാങ്ക് ജപ്തി ചെയ്യും. ഓന് 1.5 മീറ്റർ താടി ഉണ്ടാവും. താടി ഉണ്ടാകുക, തലയെക്കെട്ടുണ്ടാകുക, തൊപ്പിടുക, കുപ്പായിടുക, നീളം കുപ്പായിടുക, അതൊക്കെ സുന്നത്തായ കാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുറ്റം പഠിച്ചുകൊണ്ട് കിട്ടില്ല. അതേ സമയത്ത് പലിശ എന്നുള്ള കാര്യം ഹറാമാണ്. ബോധം ഉണ്ടാവില്ല. ചിന്തിക്ക്. താടി വലിയ നീട്ടം 1.5 മീറ്റർ താടി നീട്ടി വെച്ച ആളുകൾ പെരൻ്റെ പട്ടയം കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് അത് കാരണം ബാങ്ക് ജപ്തി ചെയ്തിട്ട് നടക്കുന്ന ആളുകളെ എനിക്കറിയാം. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഇവർ ബാങ്ക് ജപ്തി ചെയ്തിട്ടുണ്ട് പെര എന്നുള്ളത് നാട്ടിലുള്ളവർക്ക് അതും അറിയാം. കാരണം ബാങ്ക് ജപ്തി ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ വരില്ല, അതിൻ്റെ ആരവാരങ്ങളോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ നാട്ടാകെ അറിഞ്ഞു ആരെ ഇന്നാലിന് ആജിയരെ പെര ജപ്തി ചെയ്തു. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ ജപ്തി ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു. അതാരം ബാങ്ക് ജപ്തി ചെയ്തു. അതാ പെര ജപ്തി ചെയ്തു. അള്ളാഹു തആല അവസ്ഥയെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്രയാണ് മൂപ്പർക്ക് താടിയുള്ളത്? മൂപ്പരം പൊക്കിളുമ്മൽ തട്ടാൻ മാത്രം മൂപ്പർക്ക് താടിയുണ്ട്. എന്താ വിഷയം എന്താ? ചിന്തിക്ക്. മൂപ്പരെ പണി എന്താണ്? മൂപ്പരെ പണി തന്നെ സുന്നത്ത് നടപ്പിലാക്കുക. അപ്പം എന്താ കാര്യം റബ്ബാണ് മേധയുള്ളത് എന്നത് അറിയൂല. അടയാളങ്ങളുണ്ട്, തലയെക്കെട്ടുണ്ട്, നീളം കുപ്പായമുണ്ട്, റബ്ബിനെ അറിയൂല.
അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാണ്ട് പറഞ്ഞു തന്നെ. ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദീനിനെ പറയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. റബ്ബ് മേലെയാണ് എന്ന കാര്യം അറിയൂല. എന്തിനായിരിക്കും അവിടെ പെണ്ണുങ്ങൾ ആശുപത്രിയിൽ കടന്നിട്ട് ആശുപത്രിയിൽ നിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബില്ലടക്കാൻ വേണ്ടി പണയം വെച്ചതാവൂല. 99.3% അതാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കും. ചിന്തിക്ക്. പിന്നെന്താ കാരണം ഒരു കച്ചവടം തുടങ്ങി. അപ്പോൾ ആ കച്ചവടം കച്ചവടം ഉഷാറാവുന്നുണ്ട്. അള്ളാഹു ഇങ്ങനെ നിഅമത്ത് ചെയ്തു. അപ്പോൾ വേറൊരുത്തൻ വന്ന് പറഞ്ഞു അവിടെയും കൂടി ഒരു കച്ചവടം തുടങ്ങിയാൽ ഒന്നും കൂടിയും കൂടും. അവർ ഗൾഫുകാരൻ പറഞ്ഞു പകുതി പൈസ ഞാൻ ഇറക്കിത്തരാം. അടിപൊളി കച്ചവടമാണ്. അപ്പോൾ ഇപ്പം എൻ്റെ ആധാരം കൊണ്ടുവച്ച് എന്ത് ചെയ്തു, അവിടെ കച്ചവടം തുടങ്ങി. ഇതിൻ്റെ പിന്നിൽ റബ്ബാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റബ്ബിൻ്റെ സഹായം കൊണ്ടാണ് ഇത് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഈ വ്യക്തിയുടെ ഒന്നാമത്തെ കച്ചവടവും നാശായി, രണ്ടാമത്തെ കച്ചവടം നാശായി. മനസ്സിലായില്ല? കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യുന്നത് ആരാണ്? അല്ലാഹു. അല്ലാഹു ഇഷ്ടമില്ലാത്തവർക്ക് ആധാരം കൊണ്ടയച്ചപ്പോൾ അതിന് കച്ചവടം തുടങ്ങി. അപ്പോൾ ഒന്നാമത്തെ കച്ചവടം റബ്ബ് പൂട്ടിച്ചു, രണ്ടാമത്തെ പൂട്ടിച്ചു. പിന്നെ പലിശ അടക്കാൻ കഴിയാതെയായി, പിന്നെ ബാങ്ക് ജപ്തിയിട്ടു. അല്ലാതെ കുട്ടികൾക്ക് അരി വാങ്ങാനില്ലാതെ ബാങ്ക് കൊണ്ടുപോയി വെച്ചിട്ട് ജപ്തി ചെയ്ത ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഏതെങ്കിലും ഒരു പെരയിൽ അരിയില്ല എങ്കിൽ, പണിയില്ല, അല്ലെങ്കിൽ നട്ടെല്ല് പൊട്ടി കിടക്കുകയാണ് എങ്കിൽ സഹായിക്കാൻ ഇന്ന് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ 100 കണക്കിന് ആളുണ്ട്. എന്തല്ലേ പറയും? ഉണ്ടോ ഇല്ലേ പറയും? ഒരു അരിക്ക് കുടുങ്ങിയവനെ സഹായിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുണ്ട് ഇല്ലേ? ആളില്ലേ? 100% ഉണ്ട്. അള്ളാഹു ഈ ഖൈർ നമുക്ക് നിലനിർത്തി തരട്ടെ. പിന്നെ എന്തേ ഇവന് ആധാരം കൊണ്ടയച്ചത്? അരിയില്ലാത്തതുകൊണ്ടല്ല. പിന്നെന്തേ? ഒരു കച്ചവടം നല്ല ആൾക്ക് പോകുന്നുണ്ട്, ഇപ്പം രണ്ടാമത്തെ കച്ചവടം തുടങ്ങണം. അതോടുകൂടെ എന്ത് ചെയ്തു? അപ്പം ഇതിനെ പൊളിച്ചെട് കളഞ്ഞു. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം ഇതന്നെ ചിന്തിക്കണം. അല്ലാഹു ഗാലിബുൻ. അപ്പം അടയാളങ്ങൾ ഉണ്ടായാൽ പോരാ. അടയാളങ്ങളാണ് ഇപ്പം ഈ പറഞ്ഞൊക്കെ. നീളം കുപ്പായിടുക, കോട്ടിടുക, അതൊക്കെ അടയാളങ്ങൾ മാത്രമാണ്. അതുകൊണ്ടൊന്നും ദീനുണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ റബ്ബിൻ്റെ മേലെയുണ്ട് എന്ന ബോധവും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കലും വാജിബാത്തിനോടുള്ള വല്ലാത്തൊരു ബന്ധവും അവനുണ്ടാകണം.